എക്സാം എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വെറ്റ് ചെയ്യാറുണ്ടോ? ആ ഒരു എക്സാമിന്റെ ഡേറ്റ് അടുക്കും തോറും സ്ലീപ്ലെസ്നെസ്, ആ ഒരു കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ്, ആ ഒരു എക്സാമിന്റെ അന്ന് നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക, അതേപോലെ ഭയങ്കര ഒരു വയറിനൊരു അസ്വസ്ഥത, പിന്നെ അതുപോലെ വൊമിറ്റിംഗ് പോലത്തെ ടെൻഡൻസീസ്. അങ്ങനെ നമ്മൾ എക്സാം ഓളിലോട്ട് കടന്നു കഴിയുമ്പോൾ ഇത്ര നാൾ നമ്മൾ പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മയില്ലാത്ത പോലെ തോന്നുക, ഫുള്ളി ഒരു ബ്ലാക്ക് ഔട്ട് ഒരു സ്റ്റേജ്. എക്സാം ആൻസൈറ്റി ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. അത് എത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് റിലേറ്റഡ് ആയിരിക്കില്ല ഇത്. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വരുന്ന എക്സാംസ് എല്ലാം, അല്ലെങ്കിൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഹാർഡായിരിക്കും. എനിക്കതൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല, ഞാൻ മറന്നു പോകും, എനിക്ക് ഒന്നുമേ ഇപ്പൊ തന്നെ ഓർമ്മയില്ലല്ലോ എന്ന പോലുള്ള എക്സാജറേറ്റഡ് തോട്ട്സ് കാരണം നമ്മൾ വേഴ്സ്റ്റ് പോസിബിൾ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ സിറ്റുവേഷൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സാമിന് കേൾക്കുമ്പോൾ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. അത് നമ്മൾ കൂടുതൽ ഹെൽപ്ലെസ് ആക്കുന്നു. ഒരു ത്രെറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പട്ടി കടിക്കാൻ വരുവാണ്, ഒരു ആന നമ്മളെ കുത്താൻ വരുവാണ്, അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എക്സാമിനെയാണ് നമ്മൾ ഡേഞ്ചർ എന്നുള്ള രീതിയിൽ പെർസീവ് ചെയ്യണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഷിവർ ചെയ്യുക, അങ്ങനെ പോലെയുള്ള ചേഞ്ചസ് വന്നേക്കാം. ഇതൊരു ഫെയിലിയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സിൻ്റെയോ സൈൻ അല്ല. നമ്മുടെ ബോഡി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സ് ആണ് ഇതെല്ലാം. ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചേഞ്ചസ് വരുന്നത് ഒരു സിറ്റുവേഷൻസിന്റെ റിയൽ സിറ്റുവേഷന്റെ റെസ്പോൺസ് ആയിട്ടല്ല, പക്ഷെ നമ്മുടെ തോട്ട്സിന്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തോട്ട്സ് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അതായത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ മറന്നു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുന്നു. അപ്പോൾ കൂടുതൽ നമ്മളെ ഹെൽപ്ലെസ് ആക്കുന്നു. ഈ ഹെൽപ്ലെസ്നെസ് കൂടിക്കഴിയുമ്പോൾ നമ്മൾ അവോയ്ഡൻസ് ബിഹേവിയറിലോട്ട് പോകും. അവോയ്ഡൻസ് ബിഹേവിയർ മാത്രമല്ല, നമുക്ക് ഗുണമില്ലാത്ത രീതിയിലുള്ള പല ടൈപ്പുള്ള അൺഹെൽപ്ഫുൾ ബിഹേവിയേഴ്സിലോട്ടും നമ്മൾ ഏർപ്പെടാം. ഈ അവോയ്ഡൻസ് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസം തരുമെങ്കിലും ഇൻ ദ ലോങ് റൺ ഇറ്റ് വുഡ് മേക്ക് us മോർ ആൻഷ്യസ്. അപ്പോൾ ഇതൊരു വിഷ്യസ് സൈക്കിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആൻസൈറ്റിനെ പേടിക്കേണ്ടതില്ല. ഒരു റൈറ്റ് സപ്പോർട്ട്, അതായത് തെറപ്പി പോലുള്ള റൈറ്റ് സപ്പോർട്ട് വഴി നമുക്ക് ഈ ഒരു ആൻസൈറ്റിനെ മാനേജ് ചെയ്തെടുക്കാം. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുണ്ട്.